നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം സ്പെഷ്യലൈസ്ഡ് നോളജ്, പ്രത്യേകമായ അറിവ്. വിജയത്തിനായുള്ള ഒരു പ്രധാന ഘടകം എന്താണ്? നിങ്ങൾ കരുതുന്നത് ശുദ്ധ ബുദ്ധിയാണോ, പൊതുവായ അറിവാണോ? നിങ്ങൾക്ക് ആകാൻ കഴിയുന്ന വളരെയധികം സാധാരണക്കാരിൽ ഒരാളാകാൻ പൊതുവായ അറിവ് മതിയാവും. എന്നാൽ ലോകമെമ്പാടും പ്രശസ്തി നേടിയവരിൽ ഒരാൾ ആകണമെങ്കിൽ പ്രത്യേകമായ അറിവ്, സ്പെഷ്യലൈസ്ഡ് നോളജ് തന്നെ ആവശ്യമുണ്ട്. ഈ ആശയം മനസ്സിലാക്കാനായി തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലുള്ള 5-ാം അധ്യായം പരിശോധിക്കാം. പിന്നീട് യോഗ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വിജയകഥയുമായി നമുക്ക് താരതമ്യപ്പെടുത്താം. പൊതുവായ അറിവ് മാത്രം പോരാ. ഒരു ഡിഗ്രി ഉണ്ടാകുന്നത് വിജയം ഉറപ്പാക്കില്ല. അറിവ് പ്രയോഗം ചെയ്യാൻ കഴിവുണ്ടാകണം. ഒരു ശില്പി എന്ന നിലയിൽ ഒരു ചെറിയ അറിവ് പോലും മികവോടെ ഉപയോഗിച്ചാൽ അതിനൊരു വലിയ വിലയുണ്ടാവും. അറിവ് ആസ്തിയാകുമ്പോൾ, അറിവ് പ്രയോഗം ചെയ്യുമ്പോൾ മാത്രം അത് സമ്പത്തായി മാറുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം വിജയം കിട്ടില്ല. അറിവ് ലക്ഷ്യത്തോടെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം. വിജയം നേടാനായി എന്താണ് ചെയ്യേണ്ടത്? ഒരു വ്യക്തിഗത ലക്ഷ്യം ഉള്ളതായി ഉറപ്പിക്കുക. അത് നേടാൻ ആവശ്യമായ പ്രത്യേക അറിവ്, സ്പെഷ്യലൈസ്ഡ് നോളജ് കണ്ടെത്തുക. അറിവ് നേടുക, അതിനെ പ്രയോഗത്തിൽ വരുത്തുക. ഹെൻറി ഫോർഡിൻ്റെ വിജയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരാമർശിച്ചാലോ? ഹെൻറി ഫോർഡ് ലോകത്തെ അതിസമ്പന്നനായ വ്യവസായികളിൽ ഒരാളാണ്. എന്താണ് അദ്ദേഹത്തെ മഹാനാക്കിയത്? ഹെൻറി ഫോർഡ് പൂർണ്ണമായ ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, വലിയ ജ്ഞാനമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഒരു പ്രത്യേക അറിവ് വികസിപ്പിച്ചു. അഫോർഡബിൾ ഓട്ടോമൊബൈൽസ് നിർമ്മിക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞു. പൊതുവായ അറിവല്ല, പ്രയോഗം. ഫോർഡിന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സനാതനമായ അറിവൊന്നുമില്ലായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചത് വാഹന നിർമ്മാണം എളുപ്പവും കുറഞ്ഞ വിലയിലും നടത്താമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു. എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന കുറഞ്ഞ വിലയുള്ള കാറുകൾ നിർമ്മിക്കണം എന്നായിരുന്നു ഫോർഡിൻ്റെ ലക്ഷ്യം. അതിനായി ഫോർഡ് മോഡൽ ടി എന്ന കാറിൻ്റെ രൂപം മനസ്സിലാക്കി. വലിയ സംരംഭങ്ങൾ തുടങ്ങിയവരുടെ സഹായം അദ്ദേഹം തേടിയില്ല. അതിനു പകരം സ്വന്തം ടീം രൂപീകരിച്ചു, വ്യക്തമായ പദ്ധതി തയ്യാറാക്കി. വാഹന നിർമ്മാണത്തിനായി ഒരു അസംബ്ലി ലൈൻ എന്നതിനെ ആദ്യമായി കൃത്യമായി ഉപയോഗിച്ചു. പൊതുവായ അറിവ് വിജയത്തിനാകില്ല. ഹെൻറി ഫോർഡ് സർവകലാശാല പഠനമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം വ്യക്തമായ ലക്ഷ്യത്തോടെ തനിക്ക് വേണ്ടിയുള്ള അറിവ് സമ്പാദിച്ചു. ബുദ്ധിമുട്ടുകൾ വളർച്ചയേക്കാൾ മുൻപുണ്ട്. ആദ്യകാലത്ത് പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. അധ്യാപനം പൂർത്തിയാക്കാനായില്ല, അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ കാറുകൾ നിർമ്മിക്കും എന്ന് പലരും ചോദിച്ചു. പക്ഷേ അദ്ദേഹം വിശ്വസിച്ചു, ആഗ്രഹം, കൃത്യമായ അറിവ്, കഠിനാധ്വാനം വിജയത്തെ നിശ്ചയിക്കും എന്ന്. അറിവ് എങ്ങനെ സമ്പത്ത് കൊണ്ടുവരും? പഠിക്കാൻ ഒരുപാട് സമയമെടുത്തില്ല. എന്നാൽ തന്നെ ചുറ്റുപറ്റിയുള്ള മികച്ച അറിവുകൾ ഉള്ള ആളുകളെ ചേർത്ത് അദ്ദേഹം വിജയിച്ചു. അതുകൊണ്ട് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവ് നേരിട്ട് ഉള്ളതല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നവരെ കൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കുക. എന്താണ് നിങ്ങളുടെ സ്വപ്നം? അതിനായി നിങ്ങൾ എന്ത് അറിവ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? അറിവ് എവിടെ നിന്ന് നേടാം എന്ന് തീരുമാനിക്കുക. പുസ്തകത്തിൽ നിന്ന് അറിവുകൾ നേടാം, പരിശീലനങ്ങളിൽ നിന്ന് നേടാം, മാർഗദർശകരിൽ നിന്ന് നേടാം, അനുഭവങ്ങളിൽ നിന്നും അറിവുകൾ നേടാം. കൂടുതൽ വിജ്ഞാനമുള്ളവരുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് അറിവുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അറിവിനെ എങ്ങനെ പ്രയോഗത്തിൽ വരുത്താം? വായിച്ചു മാത്രം വിജയം കണ്ടിട്ടില്ല. നിങ്ങൾ കൃത്യമായ പ്രവർത്തനം നടത്തണം. ഒരു ചെറിയ ശ്രമം പോലും വലിയ വിജയമാകും. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന ആശയം മനസ്സിലാക്കുക. ഹെൻറി ഫോർഡ് പോലെ പഠനമില്ലെങ്കിലും വിജയം നേടാം എന്ന പ്രത്യേക അറിവ് പ്രയോഗിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആദ്യമായി ചുവട് വെക്കുക. ഇന്ന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് തോന്നിയേക്കാം, നാളെ നിങ്ങളുടെ വിജയത്തിലേക്ക് അത് എത്തിച്ചേരും. ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.